ചോദ്യം മിനിമം റിക്വയർമെൻറ്റ് വെച്ചിട്ട് താൽക്കാലികമായിട്ട് ജീവിക്കാനുള്ള മാർഗം ഫിസിക്കലായിട്ടുള്ള റിക്വയർമെൻ്റ് ആണ് മാസ്ലോസ് പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് പറയുന്നത്. ആ ഫിസിക്കലായിട്ടുള്ള റിക്വയർമെൻറ്റ് വെച്ചിട്ട് മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യണോ, അതോ അത്യാവശ്യത്തിൽ അധികം കാശുണ്ടാക്കി വലിയ പദവിയിലെത്തി വലിയ നിലയിലെത്തി കുറേ കാശുണ്ടാക്കിയിട്ട് റിച്ചായിട്ട് ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണം, ഏതാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും വലിയ ഒരു റിച്ചായിട്ടുള്ള മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് അയാൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും കുറേ മനുഷ്യന്മാരെ അയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇൻഡയറക്റ്റ്ലി. അതേ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് മാത്രം ഡിപ്പെൻഡൻ്റ് ആവുന്ന സമയത്ത് ഒരു ചെറിയൊരു പദ്ധതിയിൽ ചെറിയ മനുഷ്യന്മാരെ ചെറിയ ഗതിയിൽ ചെറിയ കൂട്ടത്തിന് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വലിയ സമൂഹത്തിനെ ആണെങ്കിൽ നമ്മൾ എന്തായിട്ടും എന്ത് വേണം, കുറേ കാശ് മുടക്കി കുറേ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് നില ഉയരുക. സാധാരണഗതിയിൽ ഈ 4 തരത്തിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് പറയാറുണ്ട്. ഒന്ന്, സ്വന്തം ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതമാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ കുറേ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ട് വലിയ ഫാക്ടറി പോലുള്ളതൊക്കെ തുടങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ആ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് അധികം പേരെ അതുപോലെയുള്ള ചെറിയ ചെറിയ പോക്കറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കുറേ കൂടുതൽ ജോലി കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ സാധാരണ ഒരാൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും വലിയ ജോലികളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടും ഒരു ജന്മം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിന് പകരം 10ഓ 100ഓ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേ കാശുണ്ടാക്കുമ്പോൾ നമ്മൾ ഫാക്ടറികൾ തുടങ്ങും, കുറേ ആൾക്കാരെ അതേപോലെ സപ്പോർട്ട് ചെയ്യും. ഒരു വ്യക്തിയായിട്ട് ജീവിക്കണോ അല്ല കുറേ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സംരംഭകനായിട്ട് ജീവിക്കണോ എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴും കുറേ വലിയ സംരംഭകനായിട്ട് ജീവിക്കുകയാണ് നല്ലത്. ആ സമയത്തും എളിമയോടുകൂടി ജീവിക്കാൻ സാധിക്കും, ആ സമയത്തും വലിയ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാനും സാധിക്കും. പക്ഷെ നാച്ചുറലി കുറേ കാലം അത്തരം റിച്ചായിട്ടുള്ളൊരു സമൂഹത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് അത്തരം ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് കൃത്യമായിട്ടും വേണ്ടത് ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കാശ് മുടക്കേണ്ടി വരും. ജീവിത സാഹചര്യം മാറും, ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ മാറും. ജീവിതത്തിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ മാറുമ്പോൾ തന്നെ ഔന്നത്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഏതൊരാൾക്കാരുമായിട്ടാണോ നമ്മൾ ഇടപഴകുന്നത് ആ ഇടപഴകുന്നത് തമ്മിൽ കുറേ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസം ഉണ്ടാവുന്നതാണ് ലക്ഷൂറിയസ് എങ്കിൽ ആ ലക്ഷറി വലിയ മോശമുള്ള ലക്ഷറി അല്ല. കാരണം അത്തരം ബന്ധങ്ങളാണ് അവരെ വലുപ്പത്തിൽ നിർത്താനും ബാക്കി കുറേ പേരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് ആ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഔന്നത്യത്തിൽ ഇരിക്കുമ്പോഴും സിംപ്ലിസിറ്റി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുന്ന കുറേ മഹാന്മാരെ എനിക്കറിയാം. അങ്ങനെ ഒരാളാവുകയാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം.